അവിടുത്തെ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ കാണും. അവർ പറയുകയാണ് ഞങ്ങൾക്ക് അതിലൊരു ഇതില്ല, അവർ അവിടുത്തെ പാരന്റ്സും നാട്ടുകാരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടും സഹപാഠികൾ ചിലരെങ്കിലും അവിടെ എത്തിയല്ലോ ഇന്നലെ അവിടെ മാധ്യമങ്ങൾ. അത് നമ്മൾ പ്രതികരിച്ചതിന് ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു മാനേജ്മെന്റിന് നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതുവരെ ഞങ്ങൾ ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ മാനേജ്മെന്റിന് പ്രതികൾ വന്ന് ചർച്ച നടത്തും. അതെ, നമുക്ക് ഇന്ന് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞ MD ഡോക്ടർ അദ്നാൻ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉള്ള ആരെങ്കിലും നമുക്ക് ആ ഒരു പേര് മാത്രം അറിയുള്ളൂ. ഞങ്ങൾ ഇതുവരെയായിട്ട് ആരും കണ്ടിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അതുവരെ ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് തന്നെ അറിയുന്നത്. മനസ്സിലായി. നമുക്കപ്പോ ഇതിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരാൾ വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസിഷൻ വേണം. അതെ 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 അതെ, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സ്റ്റുഡൻസും അത് മാത്രമല്ല ഹൗസ് സർജൻസും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അമിത, നിങ്ങൾ ഈ പറയുന്ന നിതിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ചോദിച്ച സമയത്ത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞത് മാനേജ്മെന്റ് പ്രതിനിധിയാണോ അധ്യാപകർ പ്രതിനിധിയാണോ? അധ്യാപകരല്ല, അധ്യാപകർ എപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അധ്യാപകർക്ക് പോലും അറിയില്ല മാനേജ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയില്ല. അപ്പൊ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രതികരണമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അറ്റ് യുവർ ഓൺ റിസ്ക് പോയിട്ട് വരണം. അവിടുത്തെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. റാമിനെ പുറത്താക്കിയതിന് ശേഷം നടപടി എന്തായിരിക്കും നിങ്ങളത്? ആ ഒറ്റ വിഷയത്തിൽ ഇവര് തീരുമാനം അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിൽ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. ആദ്യം നോക്കും, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. ഈ 3 മാസത്തിനിടയിൽ കൊടുത്തിട്ടില്ല? ഇല്ല, കൊടുത്തിട്ടില്ല. 3 മാസത്തിനിടയിൽ അത്തരത്തിൽ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിന്റെ ഇൻസിഡന്റ് മാത്രം ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം? അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും പ്രതികരിച്ചത്. ഈ 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമാണോ നിങ്ങൾ ഇപ്പൊ പറയുന്ന ഈ പ്രശ്നമുള്ള അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് ഇവിടുന്ന ഒരു അധ്യാപകൻ? അത് ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് അധ്യാപകരുണ്ടോ? അധ്യാപകരുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്ക് ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുള്ളൂ. ആവശ്യങ്ങളും അംഗീകരിക്കാതെ ഈ ഉപരോധം അവസാനിപ്പിക്കും? ഇല്ല 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 ഇല്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നവരെ നമ്മൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം, ഞങ്ങൾ ശ്രമിച്ചു 4 ദിവസമായിട്ട് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റാഫും എല്ലാവരും മാനേജ്മെന്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട്. ആ 4 ദിവസമായിട്ടും ഇവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാലെങ്കിലും ഇന്ന് 3 മണിക്കുള്ളിൽ നിതിന്റെ വീട്ടിൽ പോണ തടസ്സമല്ല. ഇല്ല, ഞങ്ങൾ പോകുന്നുണ്ട്.